100% സിസ്റ്റം പെർഫെക്റ്റ് ആണ് എങ്കിൽ ഈ രാജ്യത്ത് നിയമനിർമ്മാണത്തിന്റെയോ നിയമനിർമ്മാണ സഭകളുടെയോ ജനപ്രതിനിധികളുടെയോ ലോ മേക്കേഴ്സിന്റെയോ സുപ്രീം കോടതിയുടെയോ കോടതി നിയമ സംവിധാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെ ആ സിസ്റ്റം അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. സിസ്റ്റം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കണം. ആ സിസ്റ്റം എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം, കറക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിനെന്താ അത് RSS അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് RSSന്റെ ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള നിലയിൽ RSSന്റെ ഉത്തരവാദിത്തമാണ്. അത് BJP ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം RSS അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? RSS അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. BJP അതിൻ്റെതായ രീതിയിൽ ആ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നടക്കുന്ന നിയമനിർമ്മാണങ്ങളെയാണ് ഇവിടെ ഫാസിസമെന്നും എന്താണ് ആ കറക്റ്റീവ് മെഷറാണോ നമ്മൾ ബംഗാളിൽ കണ്ടത്? അബ്ദുലിന്റെ പിതാവിനെ BJPക്കാർ കൊന്നത് ആ കറക്റ്റീവ് മെഷറാണോ? ഇത് ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് നൂറുകണക്കിന് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് ബംഗാളിലും നടക്കുന്നുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്, രാജസ്ഥാനിലും നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട്. 140 കോടി ജനങ്ങളുള്ള രാജ്യമാണിത്. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസും നമ്മളിങ്ങനെ രാഷ്ട്രീയവും മതവും മാത്രം വെച്ച് നോക്കി. അല്ല, അത് രാഷ്ട്രീയ മതത്തിന്റെ അല്ലെന്നേ. സ്കൂള് സന്ദർശിക്കാൻ, സ്കൂളിന്റെ പ്രശ്നമാണല്ലോ CJP ഉയർത്തുന്നത്. CJP അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരെ തല്ലി ഓടിക്കുക, അവരുടെ അച്ഛനെ കയറി വീട്ടിൽ കയറി കൊല്ലുക. ഇത് BJPക്ക് RSS പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നല്ലേ അർത്ഥം? ഞാൻ വായിച്ച വാർത്ത ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, പുറത്തു നിർത്തനും വന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന് പറഞ്ഞ് ആ നാട്ടുകാർ തന്നെ തല്ലി ഓടിച്ചതാണെന്നാണ്. ഇതേ കാര്യം BJP നേതാക്കൾ മറ്റ് സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞു ഓടിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അങ്ങനെയാണെങ്കിൽ ചെയ്യട്ടെ, നോക്കാം. അല്ല, ഈ ബംഗാളിൽ മുമ്പ് തൃണമൂല് മമത ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ അവസ്ഥ BJP നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നില്ല. അവിടെ ഞാനതാ പറഞ്ഞത്, ഈ നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഇനിയിപ്പം ഈ രാജസ്ഥാനിൽ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടുത്ത വണ്ടി പിടിച്ച് അടുത്ത പോലീസ്. ഷാഹു പ്രസാദ് ഇപ്പൊ ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നത് BJP ആണെന്നേ. ആയിക്കോട്ടെ, BJP അല്ലെങ്കിലും ഭീകര വർഗീയ ഫാസിസ്റ്റ്. നിങ്ങൾ ഈ സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല ഷാബു. നിങ്ങൾ ഇനി സർക്കാസ്റ്റിക് ആയിട്ട് ഈ ചർച്ചയിൽ മുഴുവൻ സംസാരിക്കുകയാണ്, പക്ഷെ അതിന് ഉത്തരവാവുന്നില്ലല്ലോ. ഞാനതല്ലേ പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് BJPക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെയാണ് പറയുന്നത് BJP ഫാസിസ്റ്റുകളാണുള്ളത്. അങ്ങനെ ഫാസിസ്റ്റുകളായ BJPയിൽ നിന്ന് ഇതല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞാനതല്ല പറഞ്ഞു, അതിന് പരിഹാരം ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഷാബുവിന്റെ അഭിപ്രായത്തിൽ BJP ഫാഷിസ്റ്റുകളല്ലല്ലോ. നിങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. RSS പറയുന്ന സിസ്റ്റത്തിന്റെ ഫെയിലർ ആണ്, അത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ BJPക്കാർ ആളെ കൊല്ലുകയും ആൾക്കാരെ തല്ലി ഓടിക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തരം ഞാൻ ചോദിക്കുന്നത് അതിന് സർക്കാസം മറുപടിയല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് ഞാനതല്ല പറഞ്ഞു, ഞാൻ എന്ത് പറയുന്നു എന്നുള്ള. നിങ്ങൾ എന്റെ ഭാഗത്ത് നിൽക്കണ്ട, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതായത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം RSS BJP എന്നൊക്കെ പറയുന്നത്, അപ്പൊ നിങ്ങൾ പറയുന്ന BJP അല്ല, BJP ഭയങ്കര ഫാസിസ്റ്റ് ആണ്, പക്ഷെ RSS വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ BJPയോ RSSനെയോ ഈ ചർച്ചയിൽ ഫാഷിസ്റ്റ് ഒന്നും വിളിച്ചിട്ടില്ല. BJPയുടെ പേരന്റൽ ഓർഗനൈസേഷനായ RSS പറയുന്നു ഈ സർക്കാരിന്റെ കീഴിലുള്ള സിസ്റ്റം ഫെയിലറാണ്, നിങ്ങൾ ശരിയാക്കണം എന്ന് പറയുമ്പോൾ BJP എന്താ ചെയ്യുന്നത്? ഇവിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല, അതിൽ കേസെടുക്കില്ല, സ്കൂൾ സന്ദർശിക്കാൻ വരുന്ന CJPക്കാരെ തല്ലി ഓടിക്കും, അവരെ അച്ഛനെ പോയി കൊല്ലും. ഇത് RSS പറയുന്നത് BJPക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഷാബു ഞാൻ ചോദിച്ചത്. സ്കൂൾ സന്ദർശിക്കാൻ വന്ന CJPക്കാരെ തല്ലി ഓടിച്ചത് ആ നാട്ടുകാരാണെന്നേ. ആ നാട്ടുകാരിൽ ചിലപ്പോൾ BJPയും കോൺഗ്രസും എല്ലാം ഉണ്ടാവും. നാളെ കേരളത്തിൽ അമിത്ഷാ വരികയാണ്, ഇവിടെ അമിത്ഷാ വരണ്ട, ഞങ്ങൾ നോക്കിക്കോളാം അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ അമിത്ഷായെ കല്ലെറിഞ്ഞ ഇതായിരിക്കുമോ നിങ്ങളുടെ പ്രതികരണം? അമിത്ഷായ്ക്കും CJP നേതാക്കൾക്കും എന്ത് പ്രത്യേകമായ പ്രിവിലേജ് ആണ് CJP നേതാക്കളിൽ നിന്ന് അമിത്ഷായ്ക്കും മോദിക്കും ഉള്ളത്? നമ്മളൊക്കെ ഇവിടുത്തെ പൗരന്മാരല്ലേ. ഈ രാജ്യത്തെ ഏത് സ്റ്റേറ്റിലും നമുക്ക് സന്ദർശിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടന തന്നിട്ടുള്ളത്. അതിന് BJPക്കാരനെ തിട്ടൂർ എന്തിനാണ്? അല്ലല്ല, BJP അല്ലല്ലോ, ഞാൻ ഇത് BJP ആണോ ചെയ്തതെന്ന് നിങ്ങൾ എങ്ങനെ ഈ ഉറപ്പിച്ചു പറയുന്നത്? അത് കേസെടുത്ത അവർക്കെതിരെയാണ്, കേസെടുത്ത് BJPക്കാർക്കെതിരെയാണ്. നിങ്ങളുടെ പോലീസ് തന്നെ കേസെടുത്ത് BJPക്കാർക്കെതിരെയാണ്. ആ നാട്ടുകാർക്കെതിരെ ആ നാട്ടിൽ BJPയും കോൺഗ്രസും എല്ലാം ഉണ്ടാവുന്നേ. കോൺഗ്രസ്സുകാരില്ല പ്രതിപട്ടികയിൽ BJP ആണ് ഷാഹു പ്രസാദ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, BJP സർക്കാർ തന്നെ BJPക്കാർക്കെതിരെ തന്നെ കേസെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ഫാസിസം? അപ്പൊ ഇത് എവിടുത്തെ ഫാസിസം? ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പെല്ലറ്റ് ഗണ്ണിൽ FIR ഉണ്ടാകുന്നില്ലേ? ആ ഫാഷിസത്തിന്റെ അവസാനം കുറിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ
ശരിക്കും സത്യത്തിൽ യഥാർത്ഥ ഫാസിസ്റ്റുകളൊക്കെ മറ്റേ ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ഇപ്പൊ ജീവനോടെ വന്നു കഴിഞ്ഞാൽ അവര് അടുത്ത് കിടത്തിച്ചടിച്ചാവും. ഇത് അല്ല, എന്തോന്ന് ഫാസിസം? ഈ ഹിറ്റ്ലർക്ക് അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ചെയ്യിക്കണം. ഞാനതാ പറഞ്ഞത്. എന്തായാലും ജിൻഡോ ജോൺ ഞാൻ പറഞ്ഞ വാക്കുകളെ വളരെ ശരിയായ രീതിയിൽ വായിച്ചു. അതായത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ അനുയായിയാണെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു. ഓക്കെ.